പക്ഷെ നമ്മൾ പരിശോധിക്കുക, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് വിട്ടേച്ചു പോയ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ദീൻ തന്നെയാണോ നമ്മുടെ കയ്യിലുള്ളത്? പരിശോധിക്കാലോ. ചെറിയ തോതിൽ പരിശോധിച്ച് നോക്കാം. നമുക്ക് പരിശോധിച്ച് നോക്കാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തറിയോ? തറക്തു ഫീക്കും അംറൈൻ, ഞാൻ നിങ്ങളുടെ മുന്നിൽ 2 കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു. ഒന്നെന്താണ്? അള്ളാഹുവിന്റെ കിതാബാണ്. മറ്റേതെന്താണ്? എൻ്റെ സുന്നത്താണ്. തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ. നിങ്ങൾ അത് 2 മുറുകെ പിടിച്ച് എന്ത് ചെയ്യൂല? നിങ്ങൾ പഴച്ചു പോകൂല, തെറ്റിപ്പോകൂല, മാർഗഭ്രംശം സംഭവിക്കൂല. ഞാൻ എന്തങ്ങനെ പറയാൻ കാരണം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഹൂദ സമുദായം 72 കക്ഷികളായി, 71 കക്ഷികളായി. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ. നസ്വാറാക്കൾ 72 കക്ഷികളായി. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ. അതുപോലെ സമുദായം 73 വിഭാഗമാകും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ. അങ്ങനെയുണ്ടോ? എത്ര ഹദീത്ത് ആ വിഷയത്തിലെന്നറിയോ? അബൂദാവൂദും തിർമിദിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീത്താണ്. അതിലൊരു ഹദീത്ത് പ്രസിദ്ധ, നമുക്ക് എപ്പോഴും പരിചയം എന്താ? 73 വിഭാഗമായി മാറും. ഇത് ഉസ്താദ് എല്ലാവരും പറയാറുണ്ടല്ലോ, നിങ്ങൾ ബാക്കി കൂടി കേൾക്കിൻ. ഈ 73 വിഭാഗത്തിൽ കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. അപ്പൊ സ്വഹാബത്ത് ഒരു പേനയും നോട്ട് ബുക്കും എടുത്തോ ഇല്ല? അവരെ കുറിച്ച് വെക്കാനുള്ളത് എന്തെങ്കിലും എടുത്തോ ഇല്ല? അവരോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സ്വഹാബത്ത് ചോദിച്ചു പോയത്, ഖീല മൻ ഹിയ യാ റസൂലല്ലാഹ്, ആരാണ് റസൂലേ? ആ പഴച്ചുപോയ 72 കക്ഷികളെന്ന് മുഹമ്മദ് നബിയോട് അവർ ചോദിച്ചില്ല. ആരാണ് റസൂലേ? വിജയിച്ച കക്ഷി ഏതാണ്? ഇല്ലാ മില്ലത്തൻ വാഹിദ എന്ന് നബി തിരുമേനി പറഞ്ഞല്ലോ. ഈ വാഹിദയായ, ഈ ഒന്നായ, ഈ രക്ഷപ്പെട്ട കക്ഷി ഏതാണെന്ന് ചോദിക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണത്, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ഇന്ന് നിലകൊള്ളുന്നത് അതേ മാർഗത്തിൽ നിലകൊള്ളുന്നവരാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി തിരുമേനി പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അന്ന് ദീന് പൂർത്തീകരിച്ചിട്ടില്ല. ഇത് നബി തിരുമേനി പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വഹി നിശ്ചലമായിട്ടില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ ആകാശത്ത് നിന്ന് ജിബ്രീൽ വഹിയുമായി മുഹമ്മദ് നബിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ സമയത്താ നബി ഇത് പറയണത്. ദീന് പൂർത്തിയായിട്ടില്ല. ഇവിടെ ദീന് പൂർത്തീകരിച്ചിട്ടില്ല. ഇസ്ലാം അവസാനിച്ചിട്ടില്ല. ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗത്തിലെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്നതായിട്ടില്ല. അതിനു മുമ്പേ മുഹമ്മദ് മുസ്തഫ വരട്ടോ. നമ്മൾ കുറ്റം പറയാൻ മാത്രമേ പറ്റുള്ളൂ, സ്വലാത്തെല്ലാം പറ്റൂല. ഒരു മടി വിചാരിക്കണ്ട, അതൊരു ഖുറാഫാത്ത നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. നമ്മൾ എവിടെയോ തെറ്റിദ്ധരിച്ചു വേദ പ്രശ്നം. സ്വലാത്ത് ചൊല്ലൽ പുണ്യമാണ്, സുന്നത്താണ്, സ്വർഗത്തിലേക്ക്. എന്നാൽ അത് വാർഷികവും മീറ്റിങ്ങും തീറ്റയൊക്കെ ആക്കി മാറ്റുമ്പോഴാണ് ബിദ്അത്തും ഖുറാഫാത്തും നരകത്തിലേക്കും ആകണത്. അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു, മഹത്തുക്കൾ സ്വലാത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സ്വലാത്ത് എന്താണ്? നമ്മുടെ ശരീരത്തെങ്കിലും കേൾപ്പിക്കുന്ന രീതിയിൽ പറയണമെന്നാണ്. അതാണ് എൻ്റെ ശരിക്കുള്ള അഫ്ളായ രീതി. ഞാനെങ്കിലും കേൾക്കണം ഞാൻ പറയണത്. നമ്മളിങ്ങനെ ഒച്ചട്ടിട്ട് ഒരാളെ ഇങ്ങനെ നടന്നു പോവാണ്, കണ്ടപ്പോൾ തോന്നിയത് ഏതൊരു വഹാബിയാണ്, പരിപാടിയൊക്കെ സംഘടിപ്പിച്ചവരാണ്. അപ്പോൾ ഒരാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണൊക്കെ ഉരുട്ടിയിട്ട് അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കൊന്നും വേണ്ട. അങ്ങനെ ഒരു പേടിപ്പിക്കൽ സ്വലാത്ത്, ഒരു ഒച്ചയിടൽ സ്വലാത്ത്, ഒരാളെ കാണിക്കൽ സ്വലാത്ത് ഇല്ല, അത് ശരിയല്ല. പിന്നെ ഇബാദത്താകുന്ന സ്വലാത്ത് ഒരു മടി വിചാരിക്കണം, ധൈര്യമായിട്ട് പറയും. എന്നാൽ സ്വലാത്തുകൾ മനസ്സിലാക്കേണ്ട ഒരിക്കലും നീയത്തല്ല. നിസ്കാരത്തിൽ നമ്മൾ നീയത്തുണ്ട്, പറയില്ല. ഉംറന്റെ ഹജ്ജിന്റെ നീയത്തോ ഉറക്കെ പറയും. എന്നാൽ സ്വലാത്ത് എന്തല്ല? നീയത്തല്ല. അബദ്ധം പറ്റിയെന്താ അറിയും? ഞാൻ തുറന്നാണ് പറയണേ, നമ്മൾ ചില ആളുകൾക്ക് അബദ്ധം പറ്റിയ നമ്മളതൊക്കെ നീയത്താക്കി മനസ്സ് പറഞ്ഞു.
മറ്റൊരെന്താക്കി, അത് കാഹളത്തിൽ വലിയ മൈക്കയിൽ ഒച്ചിട്ട് പറഞ്ഞു. രണ്ടും ശരിയല്ല, അതിന്റെ ഇടയിലാ. എന്നാ മനസ്സ് പറഞ്ഞ കൂലില്ലേ, കൂലിണ്ട്. ഒച്ചട്ടാലോ നീയത്ത് മാറും. അത് നബി പഠിപ്പിച്ചിട്ടില്ല. അള്ള ചെവിപ്പൊട്ടനല്ല, പതുക്കെ പറഞ്ഞാ മതി എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാഹിമുൽ കലാം ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ പറഞ്ഞു. അപ്പൊ സ്വഹാബികളോട് അള്ളാന്റെ റസൂല് പറഞ്ഞു പോയത്, ഈ ഒരു വിഭാഗം മാത്രം സ്വർഗത്തിന്റെ അഹലുകാരാണ്, ഈ ഒരു വിഭാഗം മാത്രം നരകമോചനത്തിന്റെ അഹലുകാരാണ്, ഈ ഒരു വിഭാഗം മാത്രം അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവരാണ്, ബാക്കിയുള്ളവരോ 72 കക്ഷികളോ കുല്ലുഹും ഫിന്നാർ, അവര് മുഴുവനും നരകത്തിലാണ്. അതിലൊന്നാമത്തെ കക്ഷിയാണ് ഏതെന്നറിയോ? ഖവാരിജികൾ. മറ്റൊരു കക്ഷിയാണ് മുഅ്തസില, മറ്റൊരു കക്ഷിയാണ് മുർജിഅ, അതുപോലെ ശിയഇകൾ, അതുപോലെ റാഫിള. ഈ 4 കക്ഷികൾ 18 എണ്ണമായി ഫിർഖത്തായി പിരിഞ്ഞുപോയി. 4 × 18 എത്ര? 72. ഇതുണ്ടായി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി പുതിയൊരു സംഘടന ഉണ്ടാകുമ്പോൾ അതും നബി പറഞ്ഞിരിക്കണല്ലോ 72 അല്ല, 72 നമ്മുടെ കഴിഞ്ഞുപോയി. നമ്മുടെ വിശ്വാസത്തിലും കർമ്മത്തിലും ഈ 72 എണ്ണത്തിന്റെ സ്വഭാവം ഉണ്ടോന്ന് പരിശോധിച്ചാൽ ഈ 4 എണ്ണത്തിൽ നിന്ന് 18 ഗ്രൂപ്പായി പിരിഞ്ഞ് 72 എണ്ണമായി. അഹ്ലുസുന്ന വൽ ജമാഅ. നമ്മുടെ വിശ്വാസത്തിൽ അത് വരുന്നുണ്ടോ, കർമ്മത്തിൽ അത് വരുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇവിടെയാണ് നമുക്കൊരു മാനദണ്ഡം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഞാനും എൻ്റെ സ്വഹാബത്തും ഏതു മാർഗത്തിൽ. അല്ലാഹ് അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടു. എന്താ രക്ഷപ്പെട്ടു എന്ന് പറയാൻ കാരണം, അള്ളാന്റെ റസൂലും സ്വഹാബത്തും ഏത് മാർഗത്തിൽ തർക്കല്ല, ഒരാൾക്കും തർക്കല്ല. ഈ പഴച്ച കക്ഷികൾക്ക് പോലും തർക്കല്ല. നാട്ടില് കാഫിറായി പരിചയപ്പെടുത്തുന്ന ഇസ്ലാം എന്ന് പുറത്തുപോയ ഖാദിയാനികൾക്ക് പോലും തർക്കല്ല. ഖാദിയാനികൾക്ക് പോലും തർക്കല്ല. ഇസ്ലാം എന്ന് പുറത്താ, അഹ്ലുസുന്നത്തിന് പുറത്തല്ല, ഇസ്ലാം എന്ന് പുറത്ത് കാഫിറുകളാണ്. അവർക്ക് പോലും തർക്കല്ല. എന്ത് അള്ളാന്റെ റസൂലിനെയും സഹാബത്തിനെയും. അപ്പൊ നോക്കി ഉറപ്പായില്ലേ, തർക്കമില്ലാത്തൊരു വിഭാഗം. ആ തർക്കമില്ലാത്തൊരു വിഭാഗത്തിന്റെ വിശ്വാസം, അവരുടെ ആചാരം, അവരുടെ വേഷവിധാനങ്ങൾ, അവരുടെ കുടുംബ സംവിധാനങ്ങൾ, അവരുടെ അയൽപ്പക്ക ബന്ധങ്ങൾ, അവരുടെ സംസ്കാരം, അവരുടെ സ്വഭാവം, അവരുടെ സദാചാര മര്യാദകൾ, ഇത് മുഴുവനും ജീവിതത്തിലേക്ക് പകർത്തുന്നിടത്താണ് സമാധാനം. ഇത് മുഴുവനും ജീവിതത്തിലേക്ക് പകർത്തുന്നതാണ് ഇസ്ലാം. ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവരാണവർ. ആ മാർഗം ഏതാണ്? അതാണ് അഹ്ലുസുന്ന, അതാണ് ഫിർഖത്തുൻ നാജിയ, അതാണ് സിറാത്തുൽ മുസ്തഖീം, അതാണ് സിറാത്തുൽ മുസ്തഖീം. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. നെഞ്ചിലിങ്ങനെ കൈവച്ചിട്ട്, ഹൃദയത്തിന്റെ മുകളിൽ കൈവച്ചിട്ട് നമ്മൾ അല്ലാഹുവോട് 5 നേരം 17 തവണ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ നീ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിലാക്കണേ. മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഈ 4 വിഭാഗത്തിന്റെ മാർഗമാണത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, കോപത്തിനിരയായ യഹൂദന്റെ മാർഗമല്ല. വലദ്ദാല്ലീൻ, വഴി പിഴച്ചു പോയ നസ്വാറാക്കളുടെ മാർഗവുമല്ല. ആ ഒരു നല്ല മാർഗമാണ് ദീനിന്റെ മാർഗം, സിറാത്തുൽ മുസ്തഖീമിന്റെ മാർഗം, അഹ്ലുസുന്നത്തിന്റെ മാർഗം. അതുകൊണ്ട് അവരെന്താണ് ഈമാനായി കണ്ടത്, അവരെന്താണ് സൽക്കർമ്മമായി കണ്ടത്? അതാണ് ഈമാൻ, അതാണ് സൽക്കർമ്മം. ആ നബി തിരുമേനി നാവ് കൊണ്ട് പറയുന്നു, നിങ്ങൾ 2 എണ്ണം മുറുകെ പിടിക്കണേ. ഒന്ന് എൻ്റെ കിതാബാണ്, ഒന്ന് അള്ളാന്റെ കിതാബാണ്. ഒന്ന് ആ കിതാബിന്റെ 23 കൊല്ലക്കാലഘട്ടത്തിലെ വിശദീകരണമായ എൻ്റെ സുന്നത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രണ്ടും മുറുകെ പിടിക്കുന്നിടത്ത് വിജയം. ഞാൻ അതിൻ്റെ ഇടയിലൊരു കാര്യം കൂടി തിരികെ കയറ്റാം. എന്താന്ന് വെച്ചാലോ, നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ എന്ത് പ്രശ്നം വരുമ്പോഴും ഞാൻ പറഞ്ഞത് അതിനെന്ത്, ആർക്കും തർക്കമില്ലാത്ത ഒരു വിഭാഗമാണ് റസൂല്, സ്വഹാബത്ത്, കിതാബ്, സുന്നത്ത്. ആർക്കും തർക്കമില്ല, എല്ലാവർക്കും അംഗീകാരമുള്ള കാര്യമാണ്. ഞാൻ ഇതിൽ ചില വകഭേദങ്ങളിലൊക്കെ സുന്നത്ത് വരുമ്പോഴൊക്കെ ചിലയിടത്തൊക്കെ ഒരു ചെറിയ ഇങ്ങനെ ഒരു പോണ സ്വഭാവമൊക്കെ ഉള്ളൂ. എന്നാലും കിതാബിന്റെ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇനി അഹ്ലുസുന്നത്തിന്റെ പേര് പറയുന്നവർക്കിടയിലോ അവർക്ക് എന്തായാലും തർക്കമില്ല. ഇനി നിങ്ങൾ പരിശോധിച്ച് നോക്കി, ഞാൻ പറയണു
റസൂല് കണ്ട്, റസൂല് പഠിപ്പിച്ച്, റസൂലിനാണല്ലോ വഹി ഇറങ്ങിയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിക്ക് വഹി ഇറങ്ങി, നബി പഠിപ്പിച്ച വിശ്വാസകാര്യവും നബി പഠിപ്പിച്ച കർമ്മകാര്യവും അത് അങ്ങനെ തന്നെ പകർത്തിയ സ്വഹാബത്ത്. അങ്ങനെ തന്നെ പകർത്തിയ സ്വഹാബത്ത്. നമുക്ക് പിൻപറ്റാൻ നല്ലത് ഇവരാണോ അതല്ല മറ്റു വല്ലവരുമാണോ? കൺഫ്യൂഷനായോ? തിരിച്ചുതരാം. നമ്മുടെ നാട്ടിൽ എന്ത് പറയുമ്പോഴും ആളുകൾ പറയുന്നറിയോ? എന്താ പറയാറിയോ? അബദ്ധം ചൂണ്ടിക്കാണിച്ചാൽ ചിലര് പറയും, അത് ശിർക്കാണ്, ഇത് ബിദ്അത്തല്ലേ, ഇത് ഖുറാഫാത്തല്ലേ, ഇത് നബി ചെയ്തിട്ടില്ല, ഇത് സ്വഹാബത്തിനറിയില്ല, ഇത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല, ഇത് നസ്വാറാക്കളുടെ ആദത്താണ്, ഇത് യഹൂദന്റെ ആദത്താണ്, ഇത് മുശ്രിക്കീങ്ങളുടെ ആദത്താണ് എന്ന് നമ്മൾ പറയുമ്പോൾ അവർ പറയും, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഞങ്ങളെ മുശ്രിക്കാക്കാണോ, ഞങ്ങളെ കാഫിറാക്കാണോ, ഞങ്ങളുടെ മോശക്കാരാക്കണോ? ഇത് ഞങ്ങളുടെ വാപ്പാര് ചെയ്തതാ, ഞങ്ങളുടെ വല്യപ്പാര് ചെയ്തതാ, ഞങ്ങളുടെ പാരമ്പര്യം ചെയ്തതാ, ഞങ്ങളുടെ തറവാടിത്തം അങ്ങനെയാ, ഞങ്ങളുടെ വാപ്പമാരങ്ങനെ ചെയ്തതാണ് അങ്ങോട്ട് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് ഇപ്പൊ തോന്നുന്നു അത് വഹി അങ്ങനെ ഇറങ്ങിയതാ തോന്നുന്നു പറഞ്ഞിട്ട് അല്ലേ? എന്നോടൊക്കെ നാട്ടിൻപുറത്ത് ആദ്യമൊക്കെ ചോദിച്ചു, ആരും ചോദിക്കില്ല, എന്തറിയോ, അല്ലെങ്ങായി എൻ്റെ വാപ്പൊരു മൊയിലേരല്ലേ? അതെ. എൻ്റെ വല്യപ്പി മൊയിലേരല്ലേ? അതെ. വിലക്ക് നരകത്തില. നമ്മൾ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും വിളിച്ചാൽ നമ്മുടെ നാട്ടിൻ പുറത്ത് ഉള്ള ആളുകളുടെ ഒരു മറുപടി എന്തറിയോ? ഇപ്പൊ വിലക്ക് നരകത്തിലാണോ? ഞാൻ നിങ്ങളുടെ ആയത്തല്ലോതി, അതല്ലേ നിങ്ങൾ സ്വീകരിക്കേണ്ടത്? ഞാൻ നിങ്ങളുടെ ഹദീസല്ലേ പറഞ്ഞ്, അതല്ലേ നിങ്ങൾ സ്വീകരിക്കും? അതൊന്നും ഇവിടെ പറയണ്ട. എന്താ എന്റെ വാപ്പാക്കും എന്റെ വാപ്പാക്കും എന്റെ വല്യപ്പാക്കും എന്റെ വല്യപ്പാക്കും എന്നത് ഈ ആയത്ത് തിരിഞ്ഞില്ല? ഈ ഹദീസ് മനസ്സിലായില്ല? ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് അത് മനസ്സിലായത് എന്നൊക്കെ ചോദിക്കും. സത്യത്തിൽ ഈ ചോദ്യം പോലും ഇസ്ലാമിന്റെ ചോദ്യമല്ല, കുഫാറുകളുടെ ചോദ്യമാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മളോട് കൂടെ ചൂണ്ടിക്കാണിക്കും, മഹലിലൊക്കെ ചെന്നിട്ട് പ്രശ്നം ഉണ്ടായാലേ ഉസ്താദ് കൊണ്ട് ഹാലളകി വരും, എന്നിട്ട് പറയും അവിടെ എന്നൊക്കെ പറയും. മിനിമം ഇവിടെയൊക്കെ എങ്ങനെയെന്ന് എനിക്കറിയില്ല, നമ്മളായിട്ടൊക്കെ അങ്ങനെ. എന്നിട്ട് പറയും, ഇതാ ഈ കിടക്കണം മിനിങ്ങളുടെ മുഴുവൻ ഖബറുകളും ഇതൊക്കെ കാഫറുകളാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ആൾക്കാർ ഇങ്ങോട്ട് ഇളകും. അല്ലെങ്കിൽ പിന്നെ എന്താ പിന്നെ ഇപ്പം ഫിത്തനക്കാരനാണ്, അങ്ങനെ വരും. അങ്ങനെയൊക്കെ നമ്മൾ ഫിത്തനക്കാരായാലും സത്യത്തിൽ നമ്മളൊന്നും ചോദിച്ചില്ല. ഉസ്താദേ, അവിടെ നിങ്ങൾ ഇന്ന് ഓതിയില്ലേ മങ്കൂസ് മൗലൂദ്? ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, അങ്ങയോട് ന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. പാപമാകുന്ന വാഹനത്തിൽ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് റസൂലേ, അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ അവിടെ നിന്ന് പുറത്തു തരണേ. ഇത് തെറ്റല്ലേ ഉസ്താദേ? ഇത് തെറ്റല്ലേ പള്ളി കമ്മിറ്റിയിലെ പ്രസിഡന്റ്? ഇത് തെറ്റല്ലേ മുത്തവല്ലി? ഇത് തെറ്റല്ലേ മുഅ്മിനീങ്ങളെ? എന്തുകൊണ്ട് തെറ്റല്ലേ? പാപം പൊറുക്കാൻ നമ്മൾ ചോദിക്കേണ്ടത് അല്ലാഹുവിനോടല്ലേ? അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർആനിൽ, എന്ത്? വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്. പാപങ്ങൾ പൊറുക്കുവാൻ അല്ലാഹുവല്ലാതെ മറ്റാരാണുള്ളത്?